സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലിസാർഡ് ഗെയിം. ഇന്ന് ഞാൻ വന്നൊരു പുതിയൊരു ഗെയിമായിട്ടാണ്. ഗെയിമിന്റെ പേരെന്ന് വെച്ചാൽ വേർ വിൻസ് സ്മിത്ത്. ഗെയിം പ്ലേയിലോട്ട് പോകുന്നതിന് മുന്നേ ഗൈസ്, അപ്പൊ ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യുക, സബ് ഗൈസ്. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ് ഗെയിം സ്റ്റാർട്ട് ആയിട്ടാ. ഏതാണ്ട് ഒരു വെള്ള ഉടുപ്പൊക്കെ വെള്ള ഉടുപ്പന്നിട്ട് ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അതാണ് നമ്മള്. ഇതാണോ നമ്മള്? അറിയില്ല. നടന്നുണ്ട് സ്ലോ ഗൈസ്. കണ്ട് ഫൈറ്റ്സ്. ഫസ്റ്റ് തന്നെ ഫൈറ്റ് ആണോ? അല്ല ഒരു പരിചയക്കാരാണ്. സീനില്ല. ഞാൻ സത്യം പറഞ്ഞ ഇത് ലൈവ് ഇട്ട് തീർക്കാനാണ് വിചാരിച്ചത്. എനിക്ക് ലൈവ് ഇട്ട് കളിക്കണമെന്ന്. കാരണം ഇതിങ്ങനെ പാർട്ടായിട്ട് ചെയ്യാൻ കുറെ പാർട്ടായിട്ടാവും. അതുകൊണ്ട് ലൈവിലാണ് ഞങ്ങൾക്ക് ഒറ്റ പിന്നെ അത് തീർക്കാലോ എന്റെ മൈൻഡിൽ അതായിരുന്നു. പക്ഷെ സാഹചര്യം മൂലം അറിയാലോ ഗൈസ്, എനിക്ക് ആ പടി 42 സബ്ബുള്ളൂ. 50 സബ് വേണം ലൈവ് ഇടാൻ വേണ്ടിട്ട്. അതാണ് ഗൈസ്. ആരാണ്ട് വന്ന് പണി തിങ്ങിയിട്ടുണ്ട് കേട്ടാ. ഗൈസ് വന്നിട്ടുണ്ട്. ഏതാണ്ട് കുതിരപ്പുറത്തൊക്കെയാണ് ആൾക്കാർ തന്നെ. നമുക്കുണ്ട് കുതിര, അതുകൊണ്ട് വിഷയമില്ല. നമ്മൾ ഓടണേട്ടെ. നമ്മുടെ ക്യാരക്ടർ ഇതാട്ടാ. നേരെ വൈറ്റാന്ന് വിചാരിച്ചു നമ്മുടെ ക്യാരക്ടർ. നമ്മളിതാണ്. ഓക്കെ നമുക്ക് കൺട്രോളൊന്നും അറിയില്ല ഇതുവരെയായിട്ടും. ഓക്കെ സീൻ. അത് മൂട് ചവിട്ടിയിട്ട്. പിന്നെ ഈ ഗെയിം ഫ്രീ ആട്ടോ ഗൈസ്. കൺസോളില്, PC-യില്, മൊബൈലില് കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കൺസോൾ, PC-യില്, PS5-ലൊക്കെ കളിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് വിഷയമൊന്നുമില്ല. പിന്നെ ഇത് ജാപ്പനീസ് ഇതല്ല. എനിക്ക് ജാപ്പനീസ് ഗെയിം ഒന്നും ഭയങ്കര ഇഷ്ടമില്ല. ഇത് ചൈനീസ് ആട്ടെ, ചൈനക്കാരുടെ ഗെയിമാണ്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ ലുക്കും, അവരുടെ ലുക്കും ഈ സ്ഥലമൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കേട്ടാ. ചൈനീസ് ആണല്ലോ, അതാണ് അങ്ങനെ സംഭവം. ജമ്പാണ്. ജിമ്പേണ്ട് ഗൈസ്. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യട്ടാ. പിന്നെ എനിക്ക് ഗെയിം കളിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ ലൈവിലിട്ട് എനിക്ക് ഗെയിം ഇറങ്ങിയപ്പോ തൊട്ട് തന്നെ കളിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കണായിരുന്നു. ലൈവ് ഇട്ടെടുക്കാന്ന് വെച്ചിട്ട് തന്നെ അറിയാം ഗൈസ്. സബില്ലാത്ത പറയുമ്പോ പിന്നെ എനിക്ക് ക്ഷമിച്ചിരിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പൊ അതാണ് ഞാൻ നേരെ എടുത്ത് ഗെയിം കളിച്ച്. പിന്നെ അപ്പൊ അങ്ങനെ തന്നെ ഒരു പാർട്ട് റെക്കോർഡ് ചെയ്താൽ വിചാരിച്ചു. അപ്പൊ ഇതിന്റെ പകുതിയോളം ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പാർട്ട് തന്നെ ഇടണുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബാക്കി ഇടണുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ച് ഞാൻ ഫിനിഷ് ചെയ്യും, അടുത്ത ഗെയിം കളിക്കാം. അറിയാലോ ഗൈസ്. എന്റെ പൊന്നോ, കണ്ണടിച്ചു പോകണ്ട കേട്ടോ. ഗൈസ് നമ്മൾ ഏതാണ്ട് വേറൊരു ഏരിയ ഇടുന്നുണ്ട്. അവരെന്തത് ഫുള്ള് യുദ്ധം കേട്ടോ. നമ്മൾ തുടങ്ങിയപ്പോ തന്നെ യുദ്ധത്തിന് നടക്കണമെന്ന് കേൾക്കുന്നതാണ്. അപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ട്. നമുക്ക് നേരെ നമ്മുടെ കമ്പനിക്കാരുടെ ഫ്രണ്ടിലായിട്ടാണ് ഓടുന്നത്. അപ്പൊ നമുക്കും നേരെ ഫ്രണ്ടിലായിട്ട് ഓടാനായിരിക്കും. അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണ് ചാൻസ് കൂടുതലല്ല, അങ്ങനെയാണ്. ഒരു ടെമ്പിൾ ഉണ്ട്. നമുക്ക് ആ ടെമ്പിളിലായിട്ട് കയറാനായിരിക്കും. നമ്മളാ ടെമ്പിളിലായിട്ട് കയറിയിട്ടുണ്ടാ. കുതിരക്ക് വെടിയേറ്റ്. അവന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാണ് നോക്കട്ടെ. നമ്മളെന്ന് വെച്ചിട്ട് നമ്മള് ആ കുഞ്ഞാണെന്ന് തോന്നുന്നത്. അപ്പൊ ഇവൻ നമ്മള് സേവ് ചെയ്യാനായിട്ടാ നോക്കണത്. ബോസ് ഫൈറ്റ് ആണോ? ഫസ്റ്റത്തെ ബോസ് ഫൈറ്റ് അറിയില്ല. വോയിഡ് കിങ്. ഓക്കെ പേരൊക്കെ കൊള്ളാം. നിന്റെ പവർ എങ്ങനെയാണ് നമുക്ക് നോക്കട്ടെ. ഗൈസ് നമുക്ക് കാറ്റ് പറത്താൻ മാത്രമേ അറിയുള്ളൂ. എന്റെ പൊന്നോ, ഒരുത്തനല്ല കേട്ടോ, കുറച്ചധികം പേരുണ്ട് കേട്ടാ, ചുറ്റിനും ഉണ്ട് കേട്ടാ. അപ്പൊ അവനക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. മനുഷ്യനോട് ചാവാന്നുള്ള വീഡിയോ എടുക്കുമ്പോഴാണ് അവനോട് ഇൻട്രസ്റ്റിംഗ് ആൻ്റെ. മിക്കവാറും ആദ്യം അവൻ പടമായിരിക്കും. ഒരു ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കാറ്. ഗൈസ് ട്യൂട്ടോറിയൽ കാണിച്ചിട്ടാ. ഞാനെന്തെങ്കിലും ട്യൂട്ടോറിയൽ നോക്കട്ടെ. കാരണം വെച്ചാൽ എങ്ങനെയാണ് ഫൈറ്റിങ് കുറെ ബട്ടൺസ് ഉണ്ട്. ഇത് ബട്ടൺസ് ഗെയിമാണ്, കുറെ ബട്ടൺസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. നിങ്ങൾ ബോറടിപ്പിക്കില്ല ഗൈസ്. അഗൈൻ ലെറ്റ്സ് ഗോ. നമുക്ക് ഇനി ഇവനെ ഫൈറ്റ് തോപ്പിക്കണം കേട്ടോ. ഇതിന്റെ അടുത്തൊക്കെ തൊട്ടിട്ടൊന്നും അധികമൊന്നും കുറയുള്ളൂ കേട്ടാ. ഗൈസ് കിട്ടി. അതെനിക്ക് കിട്ടി. ഇതും കിട്ടി. എന്റെ പൊന്നോ, എനിക്കാണെങ്കിൽ ഗൈസ്
ഓരോ അതുണ്ട് ഈ എബിലിറ്റി പുളി. ഈ ഇതൊന്നും നമുക്ക് തടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ടേ പാടുള്ളൂ. കാരണം ഇതും തടുക്കാനുള്ള പവർ നമുക്കില്ല. ഇതും നമ്മുടെ ഈ അവൻ യൂസ് ചെയ്യണ റെഡ് കളർ വരും, പിന്നെ ഗോൾഡൻ കളർ ഇതും വരും. അപ്പൊ അത് രണ്ടും നമുക്ക് തടുക്കാൻ പറ്റൂല. നമുക്കത് അടി ഗോൾഡൻ കളർ തന്നെ ഇതൊന്നും നമുക്ക് തടുക്കാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ നമ്മൾ ചാവും. അത്ര തന്നെ, വേറെ ഇല്ല ഒന്നുമില്ല. ഇതവന്റെ ലൈഫ് പകുതി ആയിട്ടുണ്ട്. പകുതിയായിട്ടുണ്ട്. ഇവന്റെ അറ്റാക്ക് കൊള്ളാട്ടാ, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഈ ഫൈറ്റിംഗ് സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൈസ് അത് കിട്ടി. സീല ലൈഫൊക്കെ അവന്റെ ഓൾമോസ്റ്റ് നമ്മള് അവനെ തീർക്കാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ലെങ്കിൽ ഗൈസ് എന്റെ പൊന്നെടുത്ത്. ഇത് ഫുള്ള് ബട്ടൺ ചെയ്യുമ്പോണ്ട് ഏതൊക്കെ ബട്ടൺ എങ്ങനെയൊക്കെയാണ് അമർത്തുന്നത് പെട്ടെന്ന് നമുക്ക് ഇതാവണ്ട. കൊടുക്കടാ. ഗൈസ് ഇതെന്തത് ചാവേണ്ടവരല്ലേ ലൈഫ് പിന്നെ ഫുള്ളായ. എന്ത് കള്ളക്കളിയാണത്? ഇത് ചീറ്റിംഗ് ആണ്, ചീറ്റിംഗ്. അതിന് നമ്മള് വെച്ചെടുക്കില്ല, വെച്ച് ഇങ്ങനെ എന്തെങ്കിലും തീർക്കണം. പൈസ അത് കൊണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാ. പൈസ ഓൾമോസ്റ്റ് നമ്മള് ലൈഫ് അവന്റെ ഒരു 35% ആക്കിയിട്ടുണ്ടാ. ഇനി ഗൈസ് ചത്ത് തീർക്ക. ചത്ത് ഗൈസ് ചത്തവൻ നമ്മുടെ മുന്നിൽ മുട്ട് കൊത്തിട്ടുണ്ട് ഗൈസ്. അയ്യോ വിറ്റ്. ഗൈസ് നമ്മുടെ കയ്യില് കുഞ്ഞുണ്ടായിരുന്നുണ്ട്, അന്നേരം നമ്മൾ ഫൈറ്റ് ചെയ്ത്. ഗൈസ് എന്താ ഒരു ബ്ലൂ കളർ മിന്നി ഗൈസ്. അതിന്റെ ചെവിയുടെ ഉള്ളിൽ കൂടെ പോണ വേണ്ട, അതിന്റെ ചെവിയുടെ ഉള്ളിൽ കൂടെ കയറി. ഗൈസ് എനിക്ക് ജീവൻ വെച്ചിട്ടാ. അത് നമ്മള് ബാക്കിൽ നിന്ന് വെട്ടുവൻ. അങ്ങനെ വല്ലാണ് ഗൈസ്. അവൻ അന്നം കണ്ടാവാ. ജീവൻ വെച്ച് എന്തത്? നമ്മുടെ ഇനിത് വരാൻ പോകുന്നതാണോ അതോ കഴിഞ്ഞ കാലമാണിത്? അറിയില്ല. വരാൻ പോണതാണോ? അവനല്ലല്ലോ. ഇത് കഴിഞ്ഞ കാലമാണ് ഗൈസ്. കഴിഞ്ഞ കാലമാനാണ് ചാൻസ് കൂടുതൽ. അതെ കഴിഞ്ഞ കാര്യം ഇവനെ ആലോചിക്കണാണ്. നമ്മള് കരയണ്ടട്ടാ ഗൈസ്. എന്താ സംഭവം? ഇവന് വെട്ടേറ്റ്. ഒയ്യോ, ഇവൻ നമുക്ക് വേണ്ടിയിട്ട് മരിച്ചട്ടാ. എന്നാലും ഇവൻ മരിച്ചപ്പോഴും അവന്റെ വാള് അവന്റെ തലയിൽ കൂടെ കയറ്റിട്ടാ. ഗൈസ് അത് കുറച്ച് സീനായിട്ടാ. നമ്മുടെ അമ്മേക്കാര് നമുക്ക് വേണ്ടിയിട്ട് മരിച്ച്. അവനോടെ മരിച്ചാണ്. അവന്റെ കണ്ണിന്റെ ഒരു പ്രാണിയൊക്കെ പറഞ്ഞിട്ട്. അതെന്താ സംഭവം? പിന്നെ ഈ ഗെയിമിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഗൈസ്. നിങ്ങള് കളിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് പറ ഗൈസ്. എങ്ങനെ സ്റ്റോറി എന്താണ് ഇതിന്റെ ബേസിക്കലി എന്താ സംഭവം എന്ന് പറഞ്ഞ ഗൈസ്. പിന്നെ ഈ ഗെയിം എങ്ങനെ ഇടണമെന്ന് വെച്ചാൽ ഞാനിപ്പോ വെറുതെ നോർമലി റെക്കോർഡ് ചെയ്തിട്ട് ഇടാനാണ് പ്ലാൻ. അതോ എന്റെ എല്ലാ വീഡിയോസ് ഇടുന്ന പോലെ തന്നെ കുറച്ച് എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇടാം ഗൈസ്. എനിക്ക് അങ്ങനെ ഇടാൻ താല്പര്യം. പിന്നെ വിചാരിച്ച ഈ ഗെയിം മാത്രം നമുക്ക് ഇങ്ങനെ ഇട്ട് കളിക്കാൻ നൈസ് ആ ഒരു വൈബില്. നൈസിൽ എന്റെ വോയിസ് മാത്രം, എന്റെ വോയിസും ഗെയിമിന്റെ വോയിസും വേറൊന്നും വേണ്ട എന്റെ ഇടയിൽ. അങ്ങനെ ഒരു വൈബിൽ എനിക്ക് ഇങ്ങനെ കളിച്ചു പോവാ. ആ ഒരു മോഡാണ് എന്റെ മനസ്സിലിരിക്കണത്. ഇതിന്റെ പാർട്ട് ഇടണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ ഗൈസ്. എന്നാലാണ് ഞാൻ അധികം പാർട്ട് ഇടുള്ളൂ ഗൈസ്. കാരണം വെച്ചാൽ നിങ്ങക്ക് വേണോ വേണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലല്ലോ ഗൈസ്. ഇപ്പൊ നിങ്ങക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറ ഗൈസ്. ഇത് വേണ്ടാന്ന് എന്തെങ്കിലും പാർട്ട് ചെയ്യില്ല. കാരണം എന്റെ സമയം വെറുതെ കളയണ്ട, നിങ്ങളുടെ സമയം വെറുതെ കളയണ്ട. ഏത് മൂടി ഗൈസ്. നമ്മള് വലുതായിട്ടാ. നമ്മള് കുറച്ച് വലുതായി, നേരത്തേക്കാളും അത്യാവശ്യം വലുതായിട്ടുണ്ടാ. വയസ്സായി ഇവൻ. ചെറുതായിട്ട് മുടികളൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ എന്താ സംഭവം? എന്താ മാപ്പ് വല്ലതാണിത്? ഗൈസ് നമ്മുടെ മാപ്പാന്ന് തോന്നുന്നു. ഓരോ ബോസുകള് അങ്ങനെ വല്ലതാണോ? ഓരോ സ്ഥലത്താ ഓരോ മെയിൻ ആൾക്കാര് അങ്ങനെ വല്ലാണെന്ന് തോന്നുന്നു. ഇതേത് സ്ഥലം? ചൈനീസിൽ. ഇത് ബുദ്ധന്റെ സ്ഥലം. ബുദ്ധനല്ലേ ഇത്? അങ്ങനെ തന്നെയാണ്. ഇത് ഹിമാലയൻ പർവ്വതമാണ്. കാരണം ചൈനയാണല്ലോ. ചൈന എന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയയുടെ അറ്റത്താണല്ലോ ചൈന. അങ്ങനെയല്ലേ? അത് ചൈനയുടെ ബോർഡർ, ഹിമാലയ ബോർഡർ കേട്ടാ അങ്ങനെയൊക്കെ തോന്നുന്നു. എന്താ എന്തിലൊക്കെ ആവട്ടെ ഗൈസ്, അതൊക്കെ വിട്. ഗൈസ് ഇന്നെന്താണ്ട് വാളൊക്കെ വിട്ടിട്ടുണ്ടാ. നോക്കാം എന്താ സീൻ നോക്കാം. നമ്മുടെ ക്യാരക്ടർ ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് അത് മെയിൽ കളിക്കണോ ഫീമെയിൽ കളിക്കണോ? ഫീമെയിൽ വേണ്ടല്ലേ, മെയിൽ കളിക്കാല്ലേ.
നമുക്ക് മെയിൽ തന്നെ കളിക്കാം. ഫീമെയില് കളിക്കണോന്ന് വെച്ചാ അല്ല, മെയിൽ കളിക്കാം. മെയിൽ കളിക്കാം, മെയിൽ കളിക്കാം. ഇതെന്താണത്? എലഗന്റും റിയലിസ്റ്റിക്കും. റിയലിസ്റ്റിക് ഇടാട്ടാ. എലഗന്റ് കുഴപ്പമില്ല, റിയലിസ്റ്റിക് ആണ് കുറച്ചുകൂടി ബെറ്റർ. റിയലിസ്റ്റിക് ഇടാം. ഇതിനകത്ത് എന്ത് സംഭവം? നമുക്ക് ഡ്രസ്സാണ് വേണ്ടത്. ഇത് തൊപ്പി എന്നിട്ട് ഡ്രസ്സ് നമുക്ക് വേണ്ട. അങ്ങനത്തെ കുറച്ച് ഇതെടുത്താലേ ഇതിനെ പോരെ? അതോ നമുക്ക് വേറെ ഇതൊക്കെ എന്ത് സംഭവം? ഇത് വേണ്ട. ഇതെടുക്കാം. ഇത് മൂട്. ഇത് കുറച്ചുകൂടി രസമുണ്ടോ? ഇതെന്ത് തൊപ്പിയൊക്കെ തലയില്? ഇത് വേണ്ട. ഇത് ഷോകല്ലേ? കുഴപ്പമില്ലാന്ന് പറയല്ലേ? വേണ്ട, എന്നാലും വേണ്ട. ഫൈനലി ഞാൻ ക്യാരക്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നോക്കി നമ്മുടെ ക്യാരക്ടർ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. വേറെ ലെവലില്ല. കണ്ണൊക്കെ കളറൊക്കെ കണ്ടൊക്കെ മഞ്ഞ കളറാക്കി. നമുക്ക് പോസ് ഇടാം. കുറച്ചുകൂടി ഗാംഭീര്യമായിട്ടുള്ള പോസ് ഇരിക്കട്ടെ. ഇനിയാണ് ഗെയിം സ്റ്റാർട്ട് ആവണത്. നമ്മള് കുറച്ചുകൂടി വലുതായിട്ടാ. നേരത്തേക്കാളും ശരിക്കും കുറച്ചധികം നല്ല രീതിയിൽ വലുതായി. അത് ചെറുതായിരുന്നു, ഇപ്പൊ അധികം വലുതായി. ഇതെന്ത് സംഭവം? എന്താണിത്? ഫൈറ്റാണ്. ഇത് ആരാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആടെ കൊടുക്കടാ. കിട്ടിയില്ല. അത് കിട്ടിയെന്ന് വിചാരിച്ചവന്. അവൻ നമ്മൾ ലക്ഷ്യമിട്ട് നമ്മുടെ പെല്ലറ്റ് ആട്ടോ. നമ്മുടെ കഴുതി കിടക്കണ ചെറിയ പച്ചക്കളർ സംഭവം. എടുത്ത് പോകണ്ട. നമ്മള് തള്ളിയിട്ട് കിട്ടിയാ. ഗൈസ് പേരിടാൻ നമുക്ക് പേരെന്തിടും? പേരിപ്പോ മനസ്സിൽ കിട്ടിയ പേര് റൂബൻ ഇട്ടാലോ? അങ്ങനെ ഉണ്ടാവും. റൂബൻ ഇടാ അല്ലേ? അതായത് കുറച്ചുകൂടി എനിക്ക് തോന്നിയപ്പോ പേരാണ് മനസ്സിൽ. റൂബൻ ഇട്ട് ഗൈസ്. വേറെ പേര് വേണ്ട. റൂബൻ ഇല്ല. പേര് നമുക്ക് മാറ്റണേ പിന്നെ ഞാൻ മാറ്റാൻ പറ്റുമെന്ന് തോന്നണ്. ക്യാരക്ടറുടെ നെയിം അല്ലേ മാറ്റാൻ പറ്റണ. ഗൈസ് നമ്മുടെ സാധനം അവൻ എടുത്തോണ്ട് പോയിട്ടാ. നമ്മളെന്താണ് ചെയ്ത്? ഗൈസ് നമ്മള് ബോധം കെട്ടി പറഞ്ഞിട്ട് നമ്മുടെ സാധനം എടുത്തോണ്ട് പോയിട്ടാ. ഗൈസ് സ്റ്റോറി അപ്പൊ ഇതായിരിക്കും. അപ്പൊ നമ്മളിനി അവനെ കണ്ടുപിടിച്ച് ചിലപ്പോ ഇനി സംഭവം എടുക്കാൻ വേണ്ടി പോണായിരിക്കും. ഗൈസ് നമ്മൾ എണീക്കണ്ടട്ടാ. ഏതേ കുരിപ്പ്. നമ്മൾ എണീച്ചിട്ടുണ്ടാ. ഇവളുടെ പേര് റൂബി എന്നാട്ടാ. ആ ചെറിയ പെണ്ണിന്റെ പേര്. നമ്മുടെ കഴുത്തിൽ തൊപ്പറാണ്. അത് പോയി. എടാ വെട്ടിയില്ല. ചന്ദന ഈ സംഭവം. നമുക്ക് നമ്മുടെ അടുത്ത് ഇത് സെർച്ച് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് അതിന്റെ അകത്തൊരു പോയി സെർച്ച് ചെയ്യണമായിരിക്കും. ബാംബു അബോള എന്തൊക്കെ സെർച്ച് സംഭവം. ഈ ചിഹ്നം കുരിപ്പിനെ കൊണ്ട് ഇടങ്ങേറായല്ലോ. വാളാ. ഇത് കുന്തം യൂസ് ചെയ്താണ്. ഈ കുരിപ്പ് നമുക്ക് തലക്ക് സൊല്ലാവും തോന്നണണ്ടാ. നമുക്ക് സ്പീയർ കിട്ടുമായിരിക്കോ? നമുക്ക് സ്പീയർ എടുക്കാൻ പറ്റുമായിരിക്കുമെന്ന് തോന്നണ ഗൈസ്. അറിയില്ല. എടുക്കാൻ വേണ്ടി ഗുഡായിരുന്നേനെ. നമ്മുടെ കയ്യിലുണ്ട് സ്പീയർ. നമ്മുടെ കയ്യിലുണ്ട്. വിഷയമില്ല. നമുക്കിനി ഇതിന്റെ അകത്ത് പോയിട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടോ? അകത്തേട്ടാണോ? ഇതെന്ത് സംഭവം? പുറത്ത് നോക്കട്ടേട്ടാ. എനിക്കൊന്ന് ചെക്ക് പോയിന്റ് എല്ലാണോ സംഭവം? എനിക്കൊന്ന് ചെക്ക് പോയിന്റ് ആണെന്ന് തോന്നണ്ട. അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലെന്നാണ് എനിക്ക് തോന്നണേ. അറിയില്ല. നമുക്ക് ഇതിന്റെ അകത്ത് പോയിട്ട് എന്താ സംഭവം നമുക്ക് നോക്കട്ടെ. പൈസ കൊടുക്കുന്ന സംഭവം എനിക്കൊന്ന് നമ്മള് തല്ലിയില്ലേ. അപ്പൊ അവന്റെ ക്ലൂ നമ്മള് തപ്പണമെന്നോ വേണ്ട. അതാണ് സംഭവം തോന്നുന്നു. ഇവിടെ ടേബിൾ എന്താണ് ഉണ്ടേട്ടാ. നോക്കട്ടെ സംഭവം. നോക്കട്ടെ. എന്താണ് കുറിപ്പുകളാണ്? നോക്കാം.
ഹെവൻസ്പിയറിന്റെ റിട്ടേണിന് ശേഷം നിങ്ങൾക്ക് Telling Uncle തന്ന Jiang to find ഗിഫ്റ്റും Tianyi. സാധനങ്ങളെല്ലാം But he തിരിച്ചേക്കാണ് never ചെയ്തത്. mentioned the ഓക്കെ, person. ഊതുകാർ നിന്റെ പാസിനെ വിട്ടു പോകാനായിട്ടാണ് എന്താ പോയോ? പോവാതെന്താണ് സംഭവം എനിക്കറിയില്ല. സംഭവം എന്താ എനിക്ക് മനസ്സിലായില്ല. Uncle Jiang's whereabouts. വയസ്സ് പോട്ടെ പോട്ടെ. There's അപ്പൊ no നമ്മളെ spirit. കല്യാണം അവന്റെ വല്ല ക്ലൂ കിട്ടുവാണ് നമ്മള് നോക്കണം ഗൈസ്. ഇവിടെ വേറെ ഇനി എന്തുള്ളത്? വേറെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വേറെ സംഭവം ഉണ്ട്. The man in black എന്താണ് സംഭവം? took the jade pendant and didn't hurt me. രണ്ട് ചന്ദനത്തിരി കത്തിവെച്ചിട്ടുണ്ട് സംഭവത്തിന്. അറിയില്ല. വേറെന്തെങ്കിലും ഉണ്ടോ ഇവിടുന്ന് എടുക്കാൻ? ഇല്ലാന്നാണ്, വേറൊന്നുമില്ല. നമുക്ക് ഇനി നേരെ പുറത്തേട്ടാണ് പോകേണ്ടത്. നമുക്ക് പോവേണ്ടത് ഇനി പുറത്തേട്ടാണ്. കൊള്ളല്ലേ, സ്ഥലമൊക്കെ കൊള്ളാല്ലേ. സ്പീർ കൊള്ളട്ടാക്ക് മടല് സ്പീർ നമ്മൾ അവിടെ രണ്ട് വെപ്പണേ ഉള്ളൂ. ഇപ്പൊ സ്പീർ ഉണ്ട്, ഒരു വാളുണ്ട്. ഇതൊക്കെ തല്ലി പൊളിക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ വാളും കൊണ്ടുള്ള തല്ലി പൊളിക്കും. ഓ അതും കൂടെ. ഓ സ്വർണ്ണത്തിരിടിക്കുമ്പോ തന്നെ എല്ലാം വീണ്. അത് വേറെ കാര്യം. അയ്യോ ഈ ഫേസിൽ കളിച്ചപ്പോരെ. കുഴപ്പമില്ല. നൈസ് നൈസ് നൈസ്. നമുക്ക് നേരെ ഫ്രണ്ടിലോട്ടാ പോകണ്ടേ. നേരെ ഫ്രണ്ടിലോട്ട് പോട്ടെ. ഇതെന്താണ് ഇവിടെ നമുക്ക് പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഗെയിമിലൊക്കെ മെയിൻ വെച്ചാൽ ലൂട്ട് ചെയ്യാ പോവാ, ലൂട്ട് ചെയ്യാ. ലൂട്ടിങ് ആണ് ഇതിലെ പകുതിയും പോണെങ്കിൽ നമ്മളിങ്ങനെ ലൂട്ട് ചെയ്തിട്ട് പോകണം. എനിക്ക് അങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ലൂട്ട് ചെയ്തിരിക്കാനും പറ്റൂല. ഏത് പൈസ ഇവിടെ എന്താ സംഭവം എന്താണ് കാണിക്കണ്ടേട്ടാ. ഓ ഗൈസ് നമ്മുടെ ജേണി നൈസ്. ഇതിന്റെ സംഭവം ഓക്കെ ഓക്കെ. നമുക്ക് എന്തെങ്കിലും നേരെ പോട്ടെ, സ്ട്രൈറ്റ് പോവാം. ഓക്കെ, ചെറിയ കട്ട് സീനാണ്. ചാടി ചാടി പോലത്തെ കൂടെ പോകണ്ടട്ടാ. അപ്പൊ പൊട്ടി വേണോ അല്ലേ? പൊളിയായിരിക്കും. പൊട്ടിയാ കുരിപ്പ് ചാടി മര്യാദക്ക് നടന്നു കഴിഞ്ഞപ്പോ നമുക്കും പോവായിരുന്നു. ഇതിപ്പോ എടങ്ങിയറാക്കി തന്നില്ല കുരിപ്പ്. ഓ നമുക്ക് ജമ്പ് ഡാഷ്. ഓക്കെ 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 ഓക്കെ. നമുക്ക് ഈ സ്കില്ല് കാണിച്ചു തരാൻ വേണ്ടിട്ടാ ഈ ചെറിയൊരു സീൻ ഇവിടെ സംഭവം നടന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് നേരെ സ്ട്രൈറ്റ് തന്നെ വേണ്ടത്. ഗോ ടു സ്ട്രൈറ്റ്. ഗൈസ് റൈറ്റ് സൈഡിൽ എന്ന സംഭവം എന്താറുണ്ടല്ലോ ഇത് ഗൈസ്. ഓ ഗൈസ് ഇത് പോയിസണാണ്. പോയിസണാണ്. ഓ ഗൈസ് എന്റെ അടുത്ത ഗൈസ് കുറേണ്ടോ. നമുക്ക് ഇനി ആ സംഭവത്തിനെ അടിച്ചു പൊട്ടിക്കണേക്കും ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഇന്നത് കളക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പോയിസും കയറി നമ്മള് ഡെഡ് ആയേന, പടം ആയേന അവിടെ. ഈ വിറ്റ് ഗൈസ് വേറെ ഫ്രണ്ടിലായിട്ട് കൊണ്ട് ഇത് കുരിപ്പിനെ ഉള്ളും കൊണ്ട് കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് തലക്കു സ്വയം തന്നെയില്ല കുരിപ്പ്. ഓക്കെ ഓക്കെ. ഇങ്ങടെ കടവരാൻ കാണിച്ചത് കുരിപ്പ്. ഓക്കെ സംഭവം വെടിയേറ്റ് അമ്പ് ശത്രുക്കളാണോ? ഫൈറ്റ് സീനാണോ? ഓ അല്ല മറ്റാനാണ്. നമ്മൾ ആദ്യം സീനിൽ കണ്ടില്ലേ, അവനാണ്. വിഷയില്ല. ഓ അവള് ഓടി. നമുക്കും പോണം. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടൊക്കെ പോകേണ്ടത്. കൊള്ളല്ലേ, സ്ഥലമൊക്കെ കൊള്ളാല്ലേ. നമുക്ക് ഇനി നേരെ എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോകാനായിരിക്കും. സ്ഥലമൊക്കെ കൊള്ള. നൈസ് നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇവിടെ എന്താണ്? ഇവിടെ ഒന്നുമില്ല. വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇവിടെ എന്തെങ്കിലും പറ്റൂടെ. പൈസ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകേണ്ടത്. ഓ ഗൈസ് റൈറ്റ് സൈഡിൽ എന്താണ്? പൂച്ചയാണ് ഗൈസ് അത്. ഓ മലമുകളില് പൂച്ച. അത് കൊള്ളാം. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നമുക്ക് പൂച്ചേനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഫീഡ് പെറ്റ്. പെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ കളിപ്പിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഇവിടെ വരെ വന്നല്ലേ, രണ്ടുപേരെന്തെങ്കിലും കളിപ്പിച്ചിട്ട് പോവാം. ഓക്കെ മതി. നമുക്ക് അടുത്ത പരിപാടിയിലായിട്ട് പോകാം ഗൈസ്. കളിപ്പിച്ച് കാണാൻ സമയമൊന്നുമില്ല നമുക്ക്. എന്തെങ്കിലും നേരെ ഞങ്ങളുടെയൊക്കെയാണ് പോകേണ്ടത്. ഓക്കെ. ഈ വഴിയാണ്. ഈ വഴിയല്ല, നമുക്ക് ലെഫ്റ്റിന് അടുത്ത് പോകണം. ലെഫ്റ്റിന് അടുത്ത് നേരെ പോകണം. ഓക്കെ, നമുക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടാവും മാതിരി. ഓക്കെ, ഞാനോട് പോയി സംസാരിക്കണം. ഓക്കെ സംസാരിക്കാം. എന്താണ്? ഓ നമുക്ക് അമ്പ് വിടാൻ പഠിപ്പിച്ചെന്നെ നോണ്ട ആ സംഭവം. അമ്പ് നമുക്ക് നമ്മുടെ ലാപ്പടി ഒരു സ്പീറും ഒരു വാളും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അമ്പ് തരാൻ പോണേന്. ആ സീനാണ്. അവനാണ് ചാൻസ് കൂടുതല്. അമ്പിന്റെ ട്യൂട്ടോറിയൽ കാണിച്ചേട്ടാ. നമുക്കറിയാം ഗൈസ്,
ഓ പിന്നെ ഇത് മറ്റവനല്ല ഇത് വേറെ ഏതാണ്ട് ക്യാരക്ടർ ആട്ടാ. First time ആദ്യം കണ്ട ക്യാരക്ടർ അല്ല, ഇത് വേറെ ഒരു ക്യാരക്ടറാണ്. by the cliff together, so I can observe ഓക്കെ, the efficacy. ഓ അവന്റെ ഒപ്പം ഫൈറ്റ്, അവന്റെ ഒപ്പം കളിക്കാനാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് സീനില്ല, Fire away. വിഷയമുള്ള കേസല്ല. ഓക്കെ റെഡി റെഡി നമ്മൾ കൊടുത്തണ്ടാ. ഓക്കെ, നമുക്ക് നമ്മുടെ അമ്പ് എവിടെയാണ്? ഏത് സ്വിച്ച്? ഓ ഗൈസ്, നമ്മുടെ അമ്പ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. Release at the right. ഓ അവനൊരെണ്ണം വീതിട്ടാ. നമുക്ക് ഇനി 1-0 സിമ്പിൾ സിമ്പിൾ 2 സിമ്പിൾ ഈസി ഈസി 3 ഈസി പീസി. ഓ അത് കിട്ടിയില്ല, അത് കൊണ്ടില്ല, സീനില്ല, അതും കയറും, അത് കയറും, കൊടുക്കട. ഓ കിട്ടിയില്ലോ, കൊണ്ടില്ല. If it wasn't ഓക്കെ ഓക്കെ ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ടാ. actually lost. ഓക്കെ True. You agree, right, Big Fun? Seeing the two of you working together. നൈസ്. ഇനി എന്താണ് നമുക്ക് എന്താണ് പരിപാടി? നെക്സ്റ്റ് പരിപാടി ഇത് സംസാരിക്കണം. അവനത് പിന്നെ ഇനി ടോക്ക് ചെയ്യണം. വേണ്ട, അതന്നെ അതന്നെ, അവൻ്റെ ടോക്ക് ചെയ്യണം. Right now, all we can do is be on our guard. ഓക്കെ, Look, Beard Guang and the others. My storybook. എന്താണ് I'm coming. ഈ കുരുപോണേണ? പക്ഷെ എന്റെ പൊന്നള്ളിയ, സമാധാനം സമാധാനം മോനെ. കുരുപ്പ് പോയിന്ന് വേണ്ട, കുരുപ്പ് പോയി പോയി പോയി. പക്ഷെ എന്റെ പൊന്നെ, ഇപ്പൊ സമാധാനം കേട്ടാ. ഇനി നമുക്ക് ഒറ്റക്ക് കളിക്കാലോ. ഒരു നേരം കുരുപ്പിനോട് തലക്ക് ശരി ഉണ്ടായിരുന്നില്ല കേട്ടാ. ഈവനിങ് ആയിട്ടാ, സൂര്യൻ അസ്തമിക്കാൻ പോണേന്. നമുക്ക് എന്തെങ്കിലും ഓക്കെ ലെറ്റ്സ് ഗോ. പോയാലോ? നമുക്ക് PG എന്താണ് മീറ്റ് ആണ്, എന്തൊക്കെ സംഭവം കിട്ടിയിട്ടുണ്ട് ഗൈസ്, അറിയില്ല. Blade, big fun. നമുക്ക് ഈ ഇവിടുന്ന് ഈ വഴി പോലെ ലെഫ്റ്റ് എടുത്തോ. ഓക്കെ ഓക്കെ ഓക്കെ, ചടിച്ചടി പോ. ഫോൾ ഡാമേജ് ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കണോ? വേണ്ട, വെറുതെ സീനാക്കണ്ട, നമുക്ക് വെറുതെ പിന്നെ ചാടി പോവാലോ. ഓക്കെ, ഓ ഓക്കെ ഓക്കെ ഓക്കെ, Wait until the first. നൈസ്. എങ്ങനെയുണ്ട്? വിഷയല്ലേ. നേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാനായിട്ട് കാണിച്ചേക്കുന്നത്, അവന്റെ അടുത്ത് പോകാനാണ്. വോയിസ് ഇവിടെ എന്താണ് വെച്ചാമാര്, എന്താണ് പരിപാടി? എന്താണ് കൊല്ലട ചാവട നമ്മുടെ ഏരിയയിൽ, അതും ഞാനിവിടെ ചാക്കി ചാനുള്ളപ്പോ ചിംചാം ചൂം, ചാക്കി ചാനല്ല ചിംചാം ചൂം. അങ്ങനെയുണ്ട് വോയിസ്. ഓ കിട്ടില്ലട്ടോ. ഓ അവൻ എന്നെ അടിക്കാറിയോ നമ്മുടെ അടുത്ത്? അതും നമ്മള് ചിംചാം ചൂന്റെ അടുത്ത് നടക്കൂല മച്ചാമാരെ. അങ്ങനെയുണ്ട്. വാടാ പേടിച്ച അങ്ങനെയുണ്ട്. നമ്മളെങ്ങനെ ഒഴിഞ്ഞു മാറിയത്? ഓ ഗൈസ്, കിട്ടില്ല. കൊള്ളട ചാവട ഗൈസ്, പറ്റിച്ചേ. കൊണ്ട ഫൈറ്റ് സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടാ. ചാവട. ഓ ഗൈസ്, അവൻ ചത്ത് ലൈഫിൽ അവൻ നിർത്തിനോടുള്ളൂ. അവനൊക്കെ ഒന്നുമില്ല, ഏതോ ദൂരെയാണ് ഗൈസ്. കണ്ട, നമ്മള് മാറിയാലും അവൻ അവിടെ തന്നെ വിട്ടു. ദൂരെയൊക്കെ ഓ അങ്ങനെയുണ്ടായിരുന്നു, ഉള്ളി കൂടെ കയറ്റിയെടുത്തത്. കൊള്ള, നൈസ്. നമുക്ക് ഇനി അങ്ങനെ കിടക്കാൻ പോണ്ടത്. ഇതൊക്കെ തല്ലു പിടിച്ചല്ലോ, നമ്മൾ വന്നെന്ന് എല്ലാവരും അറിയണ്ടേ. ഓ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട് കേട്ടാ. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓ ഇവിടെ മറ്റേ ഫ്ലവർ ഉണ്ട് കേട്ടോ, അത് എടുക്കാട്ടാ. ഇതൊന്നും എടുക്കാൻ പറ്റാത്തത് ഗൈസ്, എടുക്കാൻ പറ്റില്ല കേട്ടാ. എന്താന്നറിയില്ല, നോക്കട്ടെ, ട്രൈ ചെയ്തോട്ടെ. ഇല്ല, എടുക്കാൻ പറ്റില്ലല്ലോ. ഓ ഗൈസ്, എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിൽക്കുന്നൊന്നും ഇല്ല, എടുക്കാൻ പറ്റില്ല, അറിയില്ല സംഭവം. ഓ ചെക്ക് പോയിന്റ് ഇട്ടുണ്ട് കേട്ടാ. ഓക്കെ, നമ്മൾ ചെക്ക് പോയിന്റ് ആക്സസ് ചെയ്ത് നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇല്ല, നോവേ. എന്താ സംഭവം അറിയില്ല കേട്ടോ ഗൈസ്, എടുക്കാൻ പറ്റില്ല, എന്താണെന്നറിയില്ല. ഇല്ല, എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതൊക്കെ നേരെ ഞങ്ങളുടെ കോട്ടാ, വേറെ എങ്ങടേക്ക് ഉള്ള ഓപ്ഷൻ ഇല്ല. നേരെ നമുക്ക് ഇങ്ങടേക്ക് പോകാനാണ് ഗൈസ്, നേരെ അങ്ങടേക്ക് പോവാം. ഓക്കെ, മാന ഇവനൊക്കെ വെടിച്ചിട്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിവിടെ വന്നല്ലേ. ചവട ചത്തവൻ. ഓ ഒരു വെടിക്കുള്ളൂ കേട്ടോ, ഒറ്റമ്പിൽ ഒരു ഡെഡ് ഔട്ടാ. ഓ ഗൈസ്, പിന്നെ ഹണ്ടിങ് ഗെയിം കളിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനത്തെ ഗെയിമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് കേട്ടാ. നിങ്ങൾ കാണുന്നവർ ആകെപ്പാട് 19 രൂപ കാണുന്നുള്ളൂ. കാണുന്നവരാണ് ഒരു കമന്റ് പോലും ചെയ്യാറില്ല. ഇതിലൊക്കെ കമന്റ് ചെയ്യുക, അപ്പൊ ഞാൻ അതിനനുസരിച്ച് ഗെയിമൊക്കെ കളിക്കാം. നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതൊക്കെ ചെയ്തോളൂ. ഇപ്പം പറയണമെന്ന് വെച്ചാലേ 3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് ആരും സംസാരിച്ചില്ല. ആദ്യമായിട്ട് നമ്മളാണ് ഇന്ന് ആദ്യമായിട്ടാണ് സംസാരിക്കണമെന്ന് പറയണത്. വേൾഡ് മാപ്പട്ട. ഓ ഗൈസ്, നമ്മുടെ ഈ ഏരിയയിലെ മാപ്പ് അൺലോക്ക് ആയിട്ടുണ്ടെന്ന് വേണ്ട. എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഓരോ മാപ്പിലും ഓരോരോ ആൾക്കാരുണ്ടാവും കണ്ട. അപ്പൊ അവരൊക്കെ നമ്മൾ പോയി കണ്ടാലാണ് ആ മാപ്പ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സംസാരിക്കേണ്ട അങ്ങനെ ഇരിക്കും ഗൈസ്. ഓക്കെ, ഇതെന്താ ഗൈസ്, കരടി ജാക്കി വെക്കണം. I paid good money for this. മരത്തിൽ ജാക്കി വെക്കണം കരടി. Good fortune is hard to buy, even with piles of gold. Why fret over such worldly things? Kind wanderer, please do one last favor.
When you leave, drive away that black bear too. In the future, if you meet others of my order, say ends of the earth, inches apart, and they'll give you maps of the world. കരടി ഗൈസ്. ഓക്കെ നമുക്ക് നേരെ കരടി എടുക്കാം. ഇതാരാണ് പാട്ട് പറഞ്ഞാരാണ്? ഇവനാണോ പാട്ട് പറഞ്ഞേ? ഓ ഇവനാണ് പാട്ട് പറഞ്ഞത്. എന്താണ് എന്ത് പാട്ടൊക്കെ പറഞ്ഞത്? ഓ അങ്ങനെ പറയാൻ പറ്റില്ലട്ടാ. അവരുടെ അവിടെയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ വല്ല ഭക്തിഗാനോ വല്ല പ്രയറൊക്കെ വല്ലാണെങ്കിൽ നമ്മൾ വെട്ട്. ഈ ഗൈസ് ഫൈറ്റിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഗോയ്സ് കരടി ഗോയ്സ് കരടി ആ തേനെടുക്കാനായിട്ട് നോക്കണേ. നമ്മളാണ് വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കണം. ഗോയ്സ് കരടി വല്ല നമ്മളൊന്ന് ഞെട്ടാക്കിയോ അറിയില്ല കേട്ടാ. ഗോയ്സ് എന്ന് സംഭവം സ്കില്ല. ഇത് പോട വല്ല കുടുംബക്കാരല്ലാണോ? ഓ ഗൈസ് ഓ തായ്ച്ചി എന്നാണ് എൻ്റെ പേര്. എനിക്കൊന്നും ഇത് പോട വല്ല കുടുംബക്കാരാന്നോണ്ട. സ്കില്ലൊക്കെ ഉള്ള കരടി ഏതാ തായ്ച്ചി. ഓക്കെ സംഭവം മനസ്സിലായിട്ടുണ്ട്. ഓ ഗൈസ് നമ്മളങ്ങനെ നമ്മളൊരു സ്കില്ല് പഠിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അയ്യോ നമുക്ക് ഇങ്ങനെ എടുത്ത് ഗൈസ് ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കേട്ടോ കരടീന. നമുക്ക് ട്രൈ ചെയ്ത് നോക്കില്ല. ഇതാണ് സംഭവം ഗൈസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. സ്കില്ലൂടെ വന്നിട്ട് നമുക്ക് ഈ കരടി ട്രൈ ചെയ്യണം. അവൻ പഠിപ്പിച്ച സ്കില്ല് അവനെ തന്നെ നമ്മൾ പരീക്ഷിച്ച് കൊള്ളാം ഗൈസ്. നമുക്ക് ഈ തേനെടുക്കാൻ പറ്റും. തേനൊക്കെ എടുക്കാൻ നോക്കിയാലോ? ഇവിടെ ഒന്നുമില്ല. നമുക്ക് തേനെടുക്കാം. അമ്പെടുക്കട്ടെടാ. അമ്പെടുത്തിട്ട് തേനെടുക്കാം ഗൈസ്. നോക്ക് ഗൈസ്. ഓക്കെ അയ്യോ ഗൈസ് പെട്ട് തേനിച്ച്. പക്ഷെ എൻ്റെ പൊന്നളിയ ഒരാവശ്യം ഉണ്ടാകുന്നില്ല. വെറുതെ വലിയ വേലിയൊക്കെ പോണ വള്ളിയൊക്കെ ഇത് നമ്മൾ ഏറ്റവും ഭയങ്കരമാണ്. വെറുതെ പോയാൽ മതിയായിരുന്നു. വെറുതെ തേനിച്ചുള്ളി ഒരു അമ്പക്കിട്ട് വെറുതെ നമ്മുടെ ഉള്ള ലൈഫും കളിയാൻ വേണ്ടിയിട്ട്. ചേട്ടാ ഈ കാക്കനാടുള്ള വഴി ആർക്കൊന്നും അറിയില്ല ഗൈസ്. നമുക്ക് നേരെ ഞങ്ങളുടെയൊക്കെ വേണ്ടത് ലെഫ്റ്റിലേട്ടാ ഗൈസ്. അങ്ങടെയൊക്കെയാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. നേരെ നമുക്ക് അങ്ങടേക്ക് പോവാം ഗൈസ്. ഓക്കെ ഓടിയിട്ടുണ്ട് എത്തല്ല കേട്ടോ ഗൈസ്. ഗൈസ് എന്താണ് നമുക്ക് ഇവിടെ നിന്നൊരു ലൂട്ട് എടുക്കാനുണ്ട്. നമ്മൾ ഈ ലൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലൂട്ട് നമ്മൾ എടുക്കാണ്ട് പോയാനാ ഗൈസ്. എവിടെയാണ്? ഇതിൻ്റെ ഉള്ളിലേക്ക് വരെയാണ് കൊണ്ടുവന്ന് വെച്ചാൽ ഗൈസ്. ഉള്ളിട്ട് നമുക്ക് പൊക്കത്തൊക്കെ ചാടിക്കാനാണ്. ഉള്ളിൽ കൊണ്ടുവന്നൊക്കെ വെച്ചാൽ എങ്ങനെ എടുക്കാനാണ്? ആര് കാണാനാണ് ഗൈസ്? ഓക്കെ നമ്മുടെ ഇവിടെ വരാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഒരു മാനൊക്കെ പോകണ്ടട്ടാ. ഇതെന്താണ് കല്ലിൻ്റെ ഇടയിൽ പരിപാടി? ഉള്ളിന് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഇതൊക്കെ എന്തൊക്കെയാണ്? ഓക്കെ പുള്ളി കയ്യൊക്കെ അടിക്കണം കേട്ടോ. ഓക്കെ എന്താണ് സീൻ? എന്താണ്? പുള്ളി നമുക്ക് ഫയർ ആരോ എന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. ഫയർ ആരോ നമുക്ക് തേനീച്ച കൂട് നമുക്ക് കഴിച്ച് ഇപ്പോഴാണ് കഴിച്ച് നമുക്ക് തേനീച്ച കൂട് പൊളിക്കണം. നമ്മൾ ആദ്യം തന്നെ വന്ന വഴിക്കണം. വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ കഴപ്പേ. അല്ലാണ്ട് ഇപ്പം എന്തോ ചെയ്യാനാണ് ഗൈസ്? കത്തി നമുക്ക് ഇനി അത് എടുക്കണം എന്നാണ്. ഇങ്ങനെ നമുക്ക് മരത്തിലിട്ട് കയറാൻ പറ്റും. ഓക്കെ നമുക്ക് മരത്തിൽ കയറാൻ പറ്റും. നിൽക്കട്ടെ. ഓക്കെ മറ്റേ സാധനം എടുത്തിട്ടുണ്ട്. ഓക്കെ സാധനം എടുത്ത് പോ. ഗൈസ് നൈറ്റായി കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ലെവട്ടുണ്ട്. ഓക്കെ ഇനി എന്താണ്? എൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ നമുക്ക് കുറേ സ്കില്ലുണ്ട് കേട്ടോ. നമുക്ക് ഏതൊക്കെ സ്കില്ലുണ്ട്? ഇതേതാണ് സ്കില്ല്? ഓക്കെ ഇത് വേണോ? ഇതെന്താണ്? സ്പീർ വെച്ചിട്ടുള്ള സംഭവം കേട്ടോ. ഗൈസ് ഡബിൾ പ്ലേ. ഇതാ ഗൈസ് നമുക്ക് വേണ്ടത്. അത് മതി നമുക്ക് അതാ വേണ്ടത്. ഇതൊന്നും വേണ്ട. ഇത് മതി. ഇതാണ് വേണ്ട നമുക്ക്. ഇതാണ് ഗൈസ് എനിക്ക് വേണ്ട സംഭവം പറയാനായിട്ട്. ഇത് മതി. ഓക്കെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു സ്പീറും ഉണ്ട്. ഇപ്പൊ അമ്പുണ്ട്. നമ്മുടെ റൂബിയുടെ അടുത്ത് പോകാനായിട്ട് പറഞ്ഞത്. റൂബി ഇവിടെ എന്താണ് സംഭവം? എന്റെ അടുത്ത് എന്റെ ഏരിയയിൽ വന്നിട്ട് ഇവിടെ എന്താണ്ട് കച്ചവടം നടത്തുന്ന നടക്കൂല. അതൊന്നും ഇവിടെ നടക്കില്ല. വെള്ളത്തിനും കയറില്ല. അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ കൊള്ളട്ടാ. കുത്തി വന്നിരുന്നു ഇനി എടുത്തണോട്ടുള്ളൂ. രണ്ട് സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ബോട്ടായിട്ടാണ് എടുത്തത്.
ഇന്ന് മിക്കവാറും ഒരു ബോട്ട് ഫൈറ്റ് എടുക്കാൻ എനിക്ക് ഒരു ബോട്ട് ഫൈറ്റ് എടുത്തിട്ട് തീർക്കാനാണ്. പക്ഷെ സമയം ഫസ്റ്റത്തെ എപ്പിസോഡാണ്. ക്ഷമിക്കണം, ഇത്ര വീഡിയോ ലെങ്ത് ആവാനുള്ള കാരണം അടുത്ത എപ്പിസോഡ് എന്തൊക്കെയാണ് ഇത്ര ലെങ്ത് ആക്കുമല്ലോ ഗൈസ്, അതിൻ്റെ ഉറപ്പാണ്. എനിക്ക് ഉറപ്പ് തരാം ഗൈസ്, ഇത്ര ലെങ്ത് ആക്കാനുള്ള കാരണം ഇത് ഫസ്റ്റത്തെ കുറേ കട്ട് സീനും അതും ഇതൊക്കെ ആയിട്ട് വന്നതാണ് ഗൈസ് ഇത്ര ലെങ്ത് ആവാനുള്ള കാരണം വന്നത് ഗൈസ്. നമുക്ക് ലൂട്ട് ചെയ്യണം കേട്ടോ, ലൂട്ട് ചെയ്തിട്ട് പോകും. ലൂട്ട് ചെയ്തിട്ട് ഇവിടെ വരെ വന്നല്ലേ ഗൈസ്, അവിടേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതൊക്കെ ലൂട്ട് ചെയ്തിട്ട് പോവാം. ടൈമേക്ക് നമ്മൾ ഇനി എൻ്റെ ഇടയ്ക്ക് ലൂട്ട് ചെയ്യാൻ പറ്റും. സംഭവം അറിയില്ല, എന്താണ് ഐറ്റംസ് ഒന്നും അറിയില്ല. സംഭവം എന്നാണ് മനസ്സിലായില്ല ഗൈസ്. ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ് നമുക്ക് എന്തെങ്കിലും Uncle Jung has been gone for 3 years. Aunt Han still sets aside a jar of wine for him every year. ലെറ്റ്സ് ഗോ. ഇത് ചെക്ക് പോയിന്റ് നമുക്ക് ഇടേണ്ട സീനില്ല, വിഷയമില്ല. നമുക്ക് നേരെ പോടാം. നമുക്ക് ഇനി റൂബിയുടെ അടുത്ത് പോകാനാണ് പറഞ്ഞത്. അതാണോ റൂബിയുടെ ഏരിയ? ഓക്കെ ഓക്കെ. ഇതാണ് സംഭവം. ഇതെന്താണ് സംഭവം? എന്താണ്? Hey! Are you blind? Out of the way! It's a public road. I'll walk right, please. Hey, let's not get sidetracked. ഓ Our apologies, Wanderer. We have an urgent matter to ഓ നമുക്കുണ്ട് ഗൈസ് പേടി. forgive. Now get out of my way! You hold your head pretty high for a horse thief. ഓ ഓ ഓ സംഭവം. ഓ ഗൈസ്, അമ്മര് വിടാൻ പാടില്ല, വിടാൻ പാടില്ല ഗൈസ്. വെട്ടിട വാട 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 വാട. എന്താ ഭയം ഇറക്കണം ഗൈസ്. ഓ ഗൈസ്, ഓ കൊള്ളാൻ്റെ ഫൈറ്റുള്ള. ഓ എത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ലൈഫ് ഒരു ലേശം വെച്ചാൽ കുറയാനുള്ളൂ, ലേശം ഗൈസ്. അവനെ നമുക്ക് തവളമ്മ പറഞ്ഞ എറിഞ്ഞറിയാ ഇത്. അവനെ എണിച്ചിട്ട് ഗൈസ് ഇവനടിക്കും. അവന് ലൈഫ് ഗൈസ്, അവന്റെ ലൈഫൊക്കെ ഇത്ര അടി അടിച്ചിട്ടും ഒരു തുള്ളിൽ ഒരു 10% കുറഞ്ഞിട്ടുള്ളൂ. അവൻ രണ്ടുപേരും ഒരുമിച്ചിട്ട് തന്നെ സംഭവം. ബ്ലാക്ക് കളർ സംഭവം മഷി പോലത്തെ സംഭവം കേട്ടോ അമ്മമാര്. ഓ വയസ്സ് അവൻ കറക്കറിയാ വയസ്സ്. ഫസ്കിൽ എന്തെങ്കിലും കൊള്ളടാ, എനിക്ക് ഇഷ്ടപ്പെട്ട്. വാടാ എണീക്കട. അയ്യോ ഓ വയസ്സ്. ഓക്കെ. ഓ വാടാ എന്തെന്ത് വയസ്സ്. കുറച്ച് പിന്നെ എന്തൊരു സംഭവം കണ്ടില്ലേ? അവന്റെ പവറല്ലാണത്. നോക്കട്ടെ ഇവനടിക്കട്ടെ. ഇവന്റെ ലൈഫ് ഓൾമോസ്റ്റ് പകുതി എന്ന് പറയാം. ഓൾമോസ്റ്റ് പകുതി പറയാം. ഓക്കെ. അവന്മാര് തന്നെ ഉണ്ട്, പക്ഷെ ഒന്നും കൊള്ളാലോ നമുക്ക്. ഓക്കെ. ചവട പൈസ. അവന്റെ ലൈഫ് തീരാതെ ഇവനെ കൊല്ല പൈസ. എന്നിട്ട് അവനെ തീർക്കാം. ചാവും ഇപ്പൊ ചാവട. നീ എന്തായാലും ചാവത്തിവൻ. തവളറ്റാക്ക കണ്ടിരുന്ന പോയി അമ്മരി. ഇതെന്തത്? അവളെ ഇത്ര നേരം ഫൈറ്റ് ചെയ്ത് എന്തിനാണ്? അയ്യേ എന്ത് മറ്റടുത്ത പരിപാടിയാണ് ഗൈസ്. നമുക്ക് കുതിരേനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെക്ക് പോയിന്റ് ഗൈസ് അല്ലേ, നമ്മൾ ഓൾറെഡി ചെക്ക് പോയിന്റ് നമ്മൾ എടുത്താണല്ലോ ഗൈസ്. സോറി ഞാൻ മറന്നുപോയി. നമുക്ക് നേരെ ഗൈസ് ഒരു ടൈം പറയണെങ്കിൽ ഒരു 5:30 വേണ്ട. സൂര്യ ഉദിച്ചിട്ടുണ്ട് ഗൈസ്. ബാക്കിൽ ഒരു ജസ്റ്റ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് കൊടുക്കട്ടോ. ഓക്കെ. ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ഒരു ടെമ്പിളിന്റെ അകത്തിട്ടാ. ഓക്കെ. നമ്മളിവിടെ മീനാന്നോണ്ട. ഓക്കെ. ഫൈറ്റാ. നമ്മൾ ഞാനായിട്ടാണോ ഫൈറ്റ് ചെയ്യേണ്ടത്? ഇവനായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം ഗൈസ്. ഇവനാണ് അവിടുത്തെ മെയിൻ എന്ന് തോന്നുന്നു. അപ്പൊ നമ്മളാരാണ് ഏറ്റവും ശക്തി കൂടുന്നാണ് പറയുന്നത് ഗൈസ്. ഇവനായിട്ട് ചെറിയ ഫൈറ്റ് ആണ് പിന്നെ ഇവിടെ ഗൈസ്. അപ്പൊ എന്തെങ്കിലും ഫൈറ്റ് നമുക്ക് എന്തെങ്കിലും അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പൊ എന്തെങ്കിലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം കുറേ. പിന്നെ ഞാൻ ഒരു സോംബീസിന്റെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ പോയിട്ട് ചെക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ലിങ്ക് കൊടുക്കാം ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്. അപ്പൊ ലൈക്ക് സബ് ഗൈസ്. അപ്പൊ ഓക്കെ, സീ യു, ബൈ ഗൈസ്.